ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗിരീസ് റേറ്റ് ഉള്ളിലേക്ക് സ്വാഗതം. എൻ്റെ കൂട്ടുകാരെല്ലാം സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനും സുഖമായിരിക്കുന്നു. ഞാനിന്ന് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു പാചകമാണ്. അതെന്ന് പറയുന്നത് ഇപ്പം മാമ്പഴത്തിന്റെ സീസൺ ആണല്ലോ. എല്ലാവരുടെയും കയ്യിൽ ധാരാളം മാങ്ങ കാണും. നാട്ടുമാങ്ങയാണേലും അല്ലാത്ത മാങ്ങ പലതരം ടൈപ്പുള്ള മാങ്ങകളുണ്ടല്ലോ. അപ്പം ഈ മാങ്ങ നമുക്ക് ഒരു വർഷം വരെ കേടില്ലാതെ എങ്ങനെ സൂക്ഷിച്ചു വെക്കാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ഇതിപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം അറിയാവുന്നതായിരിക്കും, പക്ഷേ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊന്ന് പ്രയോജനപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കുറച്ച് മാങ്ങയുണ്ട്. അപ്പോൾ ഈ മാങ്ങ ഇനി ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങ് ചീത്തയായി പോകും. അപ്പം ഞാൻ വെച്ചത് ഇപ്പം എപ്പം നോക്കിയാലും നമുക്ക് ഇഷ്ടംപോലെ മാങ്ങ കിട്ടുന്നുണ്ട്. ഇത് കിട്ടാത്തൊരു സമയമുണ്ടല്ലോ, സീസൺ കഴിയുമ്പോൾ പിന്നെ എല്ലാവർക്കും ഇതിനൊരു ആഗ്രഹമാണ്. അപ്പോൾ ആ സമയത്തൊന്ന് മാമ്പഴ പുളിശ്ശേരി വെക്കുവോ അല്ലെങ്കിൽ മാമ്പഴ കൂട്ടാൻ വെക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് മാങ്ങ ഇരുന്നെങ്കിലല്ലേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ വെച്ച് ഈ മാങ്ങ ഒന്ന് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഒന്ന് വൃത്തിയായിട്ട് നമുക്ക് സിപ്പിലോക്ക് അതിനകത്ത് ഒന്ന് സൂക്ഷിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം വരെ കേടില്ലാതിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് അതാണ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യണം. പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, എങ്കിലേ ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാകത്തുള്ളൂ. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വീട്ടിലോട്ട് പോവാം. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന മാമ്പഴം. ഇത് നമുക്ക് മാസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. അതിനായിട്ട് ഞാൻ കുറച്ച് മാങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. ആദ്യം ഇതിൻ്റെ ആ മൂട്ടിലെ ആ ചൊന ഉണ്ടല്ലോ, അത് നന്നായിട്ട് നമ്മൾ ചെത്തി മാറ്റണം. ഇപ്പം ഞാൻ ഇതേ മാങ്ങയെല്ലാം അങ്ങനെ ചെത്തി മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം മാമ്പഴക്കാലമല്ലേ, എല്ലായിടത്തും ധാരാളം മാങ്ങയാണ് കിട്ടുന്നത് അല്ലേ. മാങ്ങ ധാരാളം ഉള്ളവർ മാങ്ങ വേസ്റ്റ് ആക്കരുത്. നമുക്കിത് മാസങ്ങളോളം സൂക്ഷിക്കാവുന്നതാണ്. ഇത് നമ്മുടെ മാമ്പഴ സീസണിൽ ആരും ഇല്ലാത്ത സമയത്ത് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ഒന്നും സ്ഥലത്തില്ലാത്തവർക്ക് നമുക്കിങ്ങനെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ആര് വന്നാലും ഇത് കൊടുക്കാവുന്നതാണ്. യാതൊരു ടേസ്റ്റിന് വ്യത്യാസവും ഇല്ല. നല്ലതാണിത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇപ്പം നമ്മുടെ ജ്യൂസ് മാത്രമാണ് ആയിരുന്നു. ഇതിനകത്തേക്ക് ഞാനൊരു 1.5 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ജ്യൂസ് മാത്രമായിട്ട് നമ്മളിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് അടിക്ക് പിടിക്കും. അതുകൊണ്ടാണ് ഒരു 1.5 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഇപ്പം ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമില്ല. 1 സ്പൂൺ ഉപ്പ് ചേർത്തു. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഇളക്കി ഇത് നന്നായിട്ടൊന്ന് പിടിപ്പിക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുവാണ്. ഇത് വെള്ളം കൂടുതലല്ല, നമുക്ക് ഇതിൻ്റെ ജ്യൂസും പിന്നെ ഈ വെള്ളവും കൂടെ ആയിട്ടാണ് നന്നായിട്ട് തിളപ്പിക്കുന്നത്. അങ്ങനെ നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് പറ്റിക്കുമ്പോഴാണ് ഇത് ഒട്ടും കേടില്ലാതിരിക്കുന്നത്. നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. ഇത് കേടാകാതിരിക്കാനായിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി. ഇത് നോക്കി നന്നായിട്ടാണ് തിളച്ചിരിക്കുന്നത്. പക്ഷേ ഈ വെള്ളമുണ്ട്, അത് നന്നായിട്ട് പറ്റിക്കാൻ നമ്മൾ കുറച്ച് നേരം ഇട്ടിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നാലും ഏകദേശം ഒരു 15 മിനിറ്റ് സമയം മതി. കാരണം മാമ്പഴം ഇത്രയും നല്ല പഴുത്തതായതുകൊണ്ട് ഇതിനധികം വേവൊന്നുമില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കണ്ടോ. അപ്പോഴത്തേനും ഇതിനകത്ത് നമ്മൾ ഇട്ട് കൊടുത്ത മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും എല്ലാം നന്നായിട്ട് പിടിച്ച് ഇതങ്ങ് നല്ല ടേസ്റ്റിയാണിപ്പം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ നല്ല ഇതാണ്. എത്ര നാൾ വേണേലും ഇരുന്നോളും. ഞാനിതിങ്ങനെ എല്ലാ വർഷവും ചെയ്യുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് പച്ചമാങ്ങയും സൂക്ഷിക്കാവുന്നതാണ്. കേടില്ലാതെ നമുക്ക് പച്ചമാങ്ങയും ഇങ്ങനെ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഇതെങ്ങനെയാണെന്ന് ഞാൻ പിന്നെ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ പച്ചമാങ്ങയുടേത് കാണിച്ചു തരാം കണ്ടോ. നന്നായിട്ടത് തിളയ്ക്കുവാണ്. ഇതിലേക്ക് മറ്റ് മധുരത്തിനായിട്ട് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചിലർ ഇതിൽ ശർക്കര ചേർക്കാറുണ്ട് മധുരം കൂടാനായിട്ട്, അല്ലെങ്കിൽ ചിലർക്ക് പഞ്ചസാരയാണേലും അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് നല്ല മധുരമുള്ളതാണ്. നോക്കിയേ, വെള്ളം ഇപ്പം നന്നായിട്ട് പറ്റി. ഞാൻ മീഡിയം തീയിൽ തന്നെയാണ് ഇത് തിളപ്പിച്ചത്. നോക്കാം, അതിലെ ജ്യൂസ് മുഴുവൻ പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് തണുപ്പിക്കാൻ വെക്കണം. ചൂടോടെ നമുക്കിത് പാക്ക് ചെയ്യാൻ പാടില്ല. അപ്പം ഞാൻ ഇതിപ്പം തീ ഓഫ് ചെയ്യാൻ പോവാണ്. ഇതേ നോക്കി തീ ഓഫ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ സമയം നമ്മളിത് ഒന്ന് തണുക്കാനായിട്ട് വെക്കണം.
ഇങ്ങനെ സൂക്ഷിച്ചാൽ നമുക്ക് മാങ്ങാക്കാലം അല്ലാത്ത സമയത്തും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് മാമ്പഴം കിട്ടാതിരിക്കുമ്പോൾ മാങ്ങ അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ നമ്മുടെ കയ്യിൽ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. ഇനിയിപ്പം ഞാനിത് നല്ല എയർ ടൈറ്റ് ആയിട്ട് വേണം വെക്കാനായിട്ട്. അതിനായിട്ട് സിപ്പ് ലോക്കുള്ള കവറാണ് മേടിച്ചിരിക്കുന്നത്. നോക്കി, ഇത് ഞാൻ ഒരു 2 പാക്കറ്റിലായിട്ടാക്കാനാണ് എടുത്തിരിക്കുന്നത്. നല്ല എയർ ടൈറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും കേടില്ലായിരിക്കും. ഇത് നമ്മൾ ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കണം. ഇപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണ്. നല്ല മാമ്പഴത്തിൻ്റെ ആ ഒരു മണമാണിത്. നന്നായിട്ട് വരട്ടിയ പോലെയാണല്ലോ, നമ്മൾ ചക്കയൊക്കെ വരട്ടുന്ന പോലെ തന്നെയാണ് ഇപ്പം മാങ്ങയും ചെയ്തിരിക്കുന്നത്. നല്ല മധുരമാണ്. നാടൻ മാങ്ങയ്ക്കാണ് കൂടുതൽ ടേസ്റ്റ്. ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ ദശക്കട്ടിയുള്ള മാങ്ങയാണെങ്കിൽ അതും ഇങ്ങനെ ഇട്ട് തിളപ്പിച്ച് നമുക്ക് ഫ്രീസറിലൊക്കെ സൂക്ഷിക്കാവുന്നതാണ്. ഇതിപ്പോൾ വിദേശത്തൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ കൊടുത്തു വിടുകയും ചെയ്യാം. മാമ്പഴം ഇഷ്ടമല്ലാത്തതായി ആരുമില്ലല്ലേ. പ്രത്യേകിച്ച് മലയാളികൾക്ക് മാമ്പഴം ഇഷ്ടമല്ലാതെ വരുമോ? എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. ഇപ്പം ഞാനിങ്ങനെ സിപ്പ് ലോക്ക് ചെയ്ത് അതിൻ്റെ എയർ എല്ലാം കളഞ്ഞിട്ട് നല്ല ടൈറ്റാക്കി വെച്ചിരിക്കുവാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ സിപ്പ് ലോക്കുള്ള കവർ ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള നല്ല ഏതെങ്കിലും ഒരു ചെറിയ പാത്രത്തിൽ സൂക്ഷിച്ചാലും മതി. എന്താണെങ്കിലും എയർ അധികം കയറാതെ നമ്മളിങ്ങനെ എടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ചീത്തയാവും. ഞാൻ ബാക്കിയുള്ളത് വേറൊരു പാക്കറ്റിലോട്ടും കൂടി ആക്കുകയാണ്. അപ്പം നന്നായിട്ട് തണുത്താണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ എൻ്റെ കമൻറ്റ് അറിയിക്കണം. അപ്പം നമുക്ക് ഞാൻ ഉപകാരപ്രദമായ അടുത്ത വീഡിയോയുമായി വരാം. ബൈ.